Welcome to Machinery World. നമസ്കാരം സാർ. നമസ്കാരം സാർ. മെഷീനറി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാർ, ഇവിടെ സാറ് ഡിസ്പ്ലേയിൽ എത്തിച്ചിട്ടുള്ള മെഷീൻസ് ഒക്കെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സംസ്ഥാനത്തെ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാർ? ഞങ്ങള് 2011 മധുരയിലെ ഒരു എക്സ്പോയില് സലാഹുദ്ദീൻ സാർ എന്ന് പറഞ്ഞിട്ട് DIC ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മളെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അന്നൊക്കെ സെയിൽ ടാക്സ് ഉള്ള ഒരു ടൈമാണ്. ഞങ്ങള് ട്രിവാൻഡ്രം വരാന്നുള്ള ഒരു ചെറിയ മടിയായിരുന്നു. നമ്മൾ എക്സ്പോക്ക് വരുമ്പോൾ ആദ്യത്തെ എക്സ്പോ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സലാഹുദ്ദീൻ സാർ ഭയങ്കര ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു, നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 2011 ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മൾ സ്റ്റാളിൽ പങ്കെടുത്തായിരുന്നു എക്സ്പോ. അന്ന് മുതൽ നമ്മൾ എക്സ്പോയിൽ പങ്കെടുത്ത ആദ്യത്തെ എക്സ്പോ തന്നെ ഞങ്ങൾക്ക് വൻ വിജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയ അത്ര സാധനങ്ങളുടെയും ഒരു ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, സെയിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കേരളത്തിൽ ഒരു പുതിയ ഒരു പ്രോഡക്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ ഫുഡ് പ്രോസസിങ് മെഷീനറീസിൽ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ട്രിവാൻഡ്രത്തിൽ ആ മെഷീനറീസ് ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ മെഷീനറീസ്, നമ്മൾ ചെറിയ എല്ലാവരും ഫ്ലോർ മിൽ എന്ന് പറഞ്ഞാൽ വലിയ മില്ലായിരിക്കും. നമ്മുടെ അടുത്ത് അന്നേ ചെറിയ മിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ബേക്കറിയിൽ ആവശ്യത്തിൽ പൊടിക്കാനും നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ എക്സ്പോവും ഞങ്ങൾ പങ്കെടുത്ത് നമുക്ക് മലപ്പുറത്തിൽ തന്നെയാണ് നമുക്കൊരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമ്മൾ ആദ്യം ട്രേഡിങ്ങിലായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തം മാനുഫാക്ചറിങ് തുടങ്ങിയ ശേഷം നമ്മൾ മലപ്പുറത്തുള്ള കേരളത്തിൽ ആദ്യമായിട്ട് തിരൂരിലെ ഒരു ബ്രാഞ്ച് തുടങ്ങി. അതിന് നമുക്ക് മെയിൻ ഇവിടെ എക്സ്പോയിൽ പങ്കെടുത്തുകൊണ്ടാണ് അത്രയും കസ്റ്റമർ കിട്ടിയത്. എക്സ്പോയിൽ പങ്കെടുത്താണ്. അത് നിങ്ങൾക്ക് സലാഹുദ്ദീൻ സാർക്ക് ഒരുപാട് നന്ദിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് പ്രോസസിംഗിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ടറാണ്. ഇപ്പൊ നമ്മൾ ചിപ്സ് എന്ന് പറഞ്ഞാൽ ചിപ്സ് സെക്ടറാണ്. അതിൽ നമുക്ക് ഇപ്പൊ കായ ചിപ്സിന് വേണ്ടിയുള്ള മിഷനറീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കായ ചിപ്സിനുള്ള മിഷനറീസ് ആണ്. ഇതിൽ തന്നെയാണ് നമുക്ക് പിന്നെ ടാപ്പിയോക്കോ നമുക്ക് ഇതിൽ ചിപ്സ് ചെയ്യാം. അതിനു വേണ്ടി ഒരു 3-in-1 മോഡൽ ഉണ്ട് നമ്മുടെ അടുത്ത്. ഉരുളക്കിഴങ്ങ്, ബനാന, ടാപ്പിയോക്കോ. പിന്നെ അതിന് വെച്ചിട്ട് ടാപ്പിയോക്കോക്ക് വലിയ ഒരു മിഷനറീസ് ഉണ്ട് ചിപ്സ് ഐറ്റത്തില്. അങ്ങനെ ചിപ്സ് വെറൈറ്റിയിൽ ഇങ്ങനെ മൊത്തം ഒരു മിഷനറീസ് ആണ്. പിന്നെ ഉള്ളി കട്ട് ചെയ്യാനൊക്കെ ഇതുപോലത്തെ ഒരു മിഷനറീസ് 1/2 HP. ഇതിൽ തന്നെ 1 HP ഇതുപോലത്തെ മോഡലൊക്കെ 1 HP. ഇത് 2 HP. ഇവിടെ കാണുന്നത് 2 HP. അങ്ങനെ വെജിറ്റബിൾ കട്ടിങ്ങിൽ എല്ലാ തരപ്പെട്ട മിഷനറീസ് ഉണ്ട്. ചെറിയ കാറ്ററിംഗ് മുതൽ വലിയ കച്ചവടക്കാർ വരെ ഒരു 400 കിലോ സെൻട്രൽ കിച്ചൺ ഉള്ളവർക്കെല്ലാം ഈ മിഷനറി ഉണ്ട് സാർ. നമ്മുടെ മിഷനറീസ് ഏറ്റവും പ്രത്യേക ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഈ മിനി പൾവറൈസർ ആണ്. ഇത് പറഞ്ഞാൽ 1 HP മുതൽ അപ് ടു 10 HP വരെ ഉണ്ട്. ബെൽറ്റ് പുള്ളി ഇല്ലാത്ത ഡയറക്റ്റ് ഡ്രൈവ് ആണ്. ഇതിൽ ഒരു ബേക്കറിക്ക് വെച്ച പഞ്ചസാര, റസ്ക് ഒക്കെ നമുക്ക് ഇതിൽ പൊടിക്കാം. കടലപ്പരിപ്പ്, പിന്നെ പുട്ടുപൊടി പൊടിക്കുന്നവർക്ക് പൾവറൈസർ ഇത് ചെയ്യാം, പൾവറൈസ് ചെയ്യാം. ഗോതമ്പ്, ധാന്യങ്ങൾ എല്ലാം സിംഗിൾ ബേസിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം സാർ. ഇതിൽ എല്ലാ മോഡൽ ഉണ്ട്. 1 HP ടു അപ് ടു 10 HP വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൈൻഡേഴ്സ്. ഇന്ന് മാവ് പാക്കറ്റ് കച്ചവടം ചെയ്യുന്നവർക്ക് ഇൻസ്റ്റന്റ് ബാറ്ററി ആയിട്ട് ചെയ്യുന്ന മിഷനറീസ് ആണ് ഈ ഭാഗത്തിലുള്ളത്. ഇവിടെ കാണുന്നതൊക്കെ ഇൻസ്റ്റന്റ് ബാറ്ററീസ് ആണ്. ഇത് ടിൽറ്റിംഗ് ഗ്രൈൻഡർ, അത് ഇൻസ്റ്റന്റ് ഗ്രൈൻഡർ ആണ്. ഇത് ഹാഫ് കുക്കഡ് ചപ്പാത്തി ഇന്ന് പാക്കറ്റ് റെഡി ടു ഈറ്റ് അങ്ങനെ വരുന്നതില്ലാത്ത ഹാഫ് കുക്കഡ് ആയിട്ട് വരുന്നത് കച്ചവടത്തിന് അതിന് പറ്റിയ മിഷനാണ് ഇത്. 1 മണിക്കൂറിന് 900 പീസ് ചപ്പാത്തി നമുക്ക് കിട്ടും. ഇതിന് ഫുൾ കുക്കഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇവിടുന്ന് കാണുന്നതൊക്കെ മസാല ഗ്രൈൻഡർ എന്ന് പറയും. മസാല ഗ്രൈൻഡർ പറഞ്ഞാൽ ഇതൊക്കെ ഇമ്പോർട്ടഡ് തന്നെയാണ്. പണ്ട് നമ്മുടെ അടുത്ത് മുളകും മല്ലി പൊടിക്കാന്നൊക്കെ വലിയ മിഷനറീസ് ആയിരുന്നു. പക്ഷെ ഇത് ചെറിയ രീതിയിൽ ഒരു 1 കിലോ 1/2 കിലോ അത് ഹൗസ് ഹോൾഡ് ആയാലും ശരി, ചെറിയ ഒരു മസാല പൊടി ചെയ്യുന്നവർക്ക്, ഇഡ്ഡലി പൊടി ചെയ്യുന്നവർക്കൊക്കെ നല്ല പറ്റിയ മിഷനറീസ് ആണ്. പലതരം സൈസിലുണ്ട്. ഇത് ഒരു 6-7 തരം സൈസിലുണ്ട്. പിന്നെ ഇവിടെ കാണുന്നതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കട്ടറാണ്. പിസ്ത ബദാം കട്ടർ, പിസ്ത ബദാം തുക്കട എന്നൊക്കെ പറയും. ബേക്കറി യൂസിനുള്ളതാണ് ഈ മിഷനറീസ് ഒക്കെ. പിന്നെ ഇത് ജ്യൂസേഴ്സ്, നമ്മുടെ ജ്യൂസേഴ്സ്, ഹാൻഡ് പ്രസ് ജ്യൂസേഴ്സ്. ഇത് സിട്രസ് ജ്യൂസർ. ഇത് ഇൻഡസ്ട്രിയൽ മിക്സിയാണ്. ഇവിടെ കാണുന്നത് ഇൻഡസ്ട്രിയൽ മിക്സിയാണ്. ഇത് രണ്ടും നമ്മൾ കാറ്ററിംഗ് ആണ്. കാറ്ററിംഗ് ഗ്രേവി ആയിട്ട്, ഇൻസ്റ്റന്റ് ഗ്രേവി ആയിട്ട് വരുന്ന മിഷനറിയാണ് സാർ ഇത്. പിന്നെ സ്റ്റീമർ, ഇഡ്ഡലി വേവിക്കാനും പിന്നെ മൾട്ടിപർപ്പസ് സ്റ്റീമർ നമ്മുടെ അടുത്ത് ഉള്ളത്. ഇഡ്ഡലി സ്റ്റീമറിൽ 54 മുതൽ 192 വരെ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും. ഇത് ഡ്രൈ ഫ്രൂട്ട് ചിപ്സ് പൗഡർ ആണ്. ഇത് മിൽക്ക് സ്വീറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ആണ്. മിൽക്ക് സ്വീറ്റിൽ മിൽക്ക് കോവ ഉണ്ടാക്കാം, പിന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കാം, നമുക്ക് അച്ചാർ വേണമെങ്കിൽ ഇത് ചെയ്യാം. അതില്ലാത്ത നമുക്ക് അൽവ ഉണ്ടാക്കാം. പിന്നെ ABC മാൾട്ട് എന്ന്, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ABC മാൾട്ടിക്ക് ഇത് ഒരു പ്രത്യേക ഒരു മെയിൻ മെഷീനറിയാണ്. മിൽക്ക് കോവ മെഷീൻ നമ്മൾ പറയുന്നത്. ഡിസ്പ്ലേ ഇല്ലാത്ത മെഷീൻസ്, ഡിസ്പ്ലേ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന സെഗ്മെന്റ് ആണ്, റൈസ് പൗഡർ ആൻഡ് മസാല പൗഡർ എന്ന്. അപ്പൊ ആ സെഗ്മെന്റിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ മോഡലാണ്. 1 HP 2 HP ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്താ 5 HP
10 HP ഹയർ കപ്പാസിറ്റി മോഡലൊക്കെ നമ്മൾ സ്റ്റോറിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ വിസിറ്റ് ചെയ്യണം. പിന്നെ സ്നാക്സ് മിഷനറീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്നാക്സ് ഉണ്ടാക്കാന്നുള്ള മിക്സർസ്, മുറുക്ക്, ഇങ്ങനെ ഏത് അച്ച് പലതരപ്പെട്ട അച്ചുകളിൽ ചെയ്യുന്ന മിഷനറീസ് സ്നാക്സ് മിഷനറീസ് ആണ്. അതിൽ ഹൈഡ്രോളിക്കും പിന്നെ മോട്ടറൈസിൽ അങ്ങനെ 2 മോഡൽ മിഷനറീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് സ്നാക്സ്. പിന്നെ അതിന്റെ എണ്ണ സെപ്പറേറ്റ് ചെയ്യാവുന്ന ഓയിൽ ഡ്രയർസ്, അങ്ങനെ സ്നാക്സ് മിഷനറീസ് ബന്ധപ്പെട്ട ഇത്രയും മിഷനറീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്. ചിപ്സ് മിഷനറീസ് ബന്ധപ്പെട്ട മിഷനറീസ് ഉണ്ട്. ജ്യൂസ് മിഷനറീസ്, അത് പ്രത്യേകിച്ച് ഷുഗർ ക്യാനിൽ കരിമ്പ് ജ്യൂസിൽ നമ്മുടെ അടുത്ത് സ്കിൻ റിമൂവ് ചെയ്യാനും, ഷുഗർ ക്യാനിൽ സിംഗിൾ ഫേസ് 1 HP 2 HP, പിന്നെ ഈ ഇഞ്ചിൻ വെച്ച് റോഡ് സൈഡൊക്കെ കരിമ്പ് ജ്യൂസ് കച്ചവടക്കാർക്ക് വേണ്ടി നമ്മൾ ട്രാലി അടക്കം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് ആണ്. കോയമ്പത്തൂരാണ് നമ്മളെല്ലാം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇത് ജ്യൂസ് മിഷനറി സെക്ടർ ഉണ്ട്. ഇപ്പൊ എല്ലാവരും തമിഴ്നാട്ടിൽ കൂടുതലും ABC മാൾട്ടിക്ക് വേണ്ടി പ്രത്യേക എല്ലാ മിഷനറീസും നമുക്കുണ്ട്. ഒന്ന് അത് വേവിക്കാനും, പിന്നെ ഡ്രയർസ്, അത് ഉണക്കാനും ഡ്രയർസും അരക്കാനും എല്ലാ മിഷനറീസും നമുക്ക് ഈ ചെറുകിട യൂണിറ്റുള്ള ഏതേത് രീതിയിലും, ഈവൻ കോസ്മെറ്റിക്കിൽ നമുക്ക് ഫേസ് പൗഡർ അങ്ങനെ ചെയ്യുന്നവർക്കും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള മിഷനറീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഏകദേശം മോർ ദാൻ 120 മിഷനറീസ് നമ്മുടെ അടുത്ത് മോഡൽസ് ഉണ്ടാകും സാർ ടോട്ടലി. കേരള മാർക്കറ്റ് உங்களுக்கு எப்படி இருக்கு சார்? കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നേരത്തെ നമ്മൾ എക്സ്പോ വന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വിജയിച്ചത്. പിന്നെ നമുക്ക് കേരളത്തിൽ തിരൂർ ഒരു ബ്രാഞ്ചായി, പിന്നോട് 3 years ബാക്ക് കണ്ണൂരിലെയും കൂടി നമ്മൾ ഒരു ബ്രാഞ്ച് ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് കൊച്ചിനിലാണ് എല്ലാവരും ചോദിക്കുന്നത്, കൊച്ചിയിൽ ഒന്നും കൂടി നിങ്ങൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. അത്രയ്ക്ക് നമുക്ക് നല്ലൊരു കേരളത്തിൽ നല്ല ഇതാണ് ഓർഡേഴ്സ് ആണ്. ഒരു ശരിക്ക് ഇവിടെ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റി കേരളത്തില്. അത് ഈ ബേസ് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മൾ ഈ എക്സ്പോ 2011 എക്സ്പോ വന്നത് കൊണ്ടാണ്. അന്ന് മുതൽ നമ്മൾ എല്ലാ എക്സ്പോയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അന്നൊക്കെ ഒരു ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. അത് ട്രിവാൻഡ്രം ആയിരിക്കും, കൊച്ചിനായിരിക്കും, കാലിക്കറ്റ് ആയിരിക്കും, കണ്ണൂർ, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. അപ്പോൾ സലാഹുദ്ദീൻ സാർ പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ഉണ്ടായിരുന്നതാണ്. അന്ന് ഒരു ഇയർലി 4 times 5 times ഞങ്ങൾ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം നല്ല ഒരു റിസൾട്ട് ആയിരുന്നു. എക്സ്പോയിൽ കച്ചവടം കിട്ടിയത്, നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ. കേരളത്തിലെ കസ്റ്റമേഴ്സ് எப்படி ஜெனுவின் கஸ்டமர்ஸ் ஒரு பார்கெனிங் வந்துட்டு பேமெண்ட் டிஃபால்ட் அப்படி எல்லாமே இருக்கா? ഞങ്ങള് KMS ഇൻഡസ്ട്രി സംബന്ധിച്ചോളം ഒരു 95% നമുക്ക് നല്ല ഒരു കസ്റ്റമറാണ്. കേരളത്തിലെ ക്ലയൻസ് നമുക്ക് നല്ല ക്ലയൻസ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് 95% നമുക്ക് നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് എല്ലാവരും നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. നമ്മൾ ചീപ്പ് പ്രോഡക്ട്സ് ഒന്നും കൂടുതലില്ല. അതുകൊണ്ട് നമുക്ക് അതിനും ഒരു വിഷമമില്ല. നമുക്ക് ചിലപ്പം ഇവിടെ നമ്മൾ ധാരാളം മെഷീൻസ് കണ്ടു കഴിഞ്ഞു. അതായത് മൈക്രോ ലെവലിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മുതൽ ഒരു 10,000 അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു റേഞ്ചിൽ ഏറ്റവും മിനിമം ലെവലിൽ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇവിടെ നമ്മൾ കണ്ടതിൽ അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ചെറിയ മൈക്രോ യൂണിറ്റ്, ഒരു മൈക്രോ മിനി യൂണിറ്റ് ഒക്കെ ആരംഭിക്കാനുള്ള മെഷീൻസ് നമ്മളിവിടെ കാണുന്നു. അപ്പം ഈ ഒരു നമ്മൾ ഏറ്റവും ചെറിയ ഒരു മുതൽ മുടക്കിൽ തുടങ്ങിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന എന്തൊക്കെ മെഷീൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ എക്സ്പോയിൽ ഞാൻ കാണിച്ചത്? ഇപ്പോൾ നമ്മള് ഒരു കുറേ ആൾക്ക് നമ്മളടുത്ത് 1 HP പൾവറൈസർ എന്ന് പറയാം. അതാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റീംഡ് പുട്ടുപൊടി കമ്മിയായിരിക്കും. ചെറിയായിട്ട് തുടങ്ങുന്ന ഓരോരുത്തർക്കും, അതില്ലെങ്കിൽ ചെറിയൊരു ബേക്കറി ആയിരിക്കും, അവർക്ക് പോയി പുറത്തു പോയി പൊടിച്ചോണ്ട് വരും. പക്ഷെ അത് സ്വന്തം അവർക്ക് ചെയ്യുമ്പോൾ ഒരു 25,000 രൂപ പ്ലസ് GST ഉണ്ടെങ്കിലും മതി. അതിൽ നമുക്കൊരു മെഷീൻ മേടിച്ച് അവർ സ്വന്തം അവരുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഓരോരോ രീതിയിലും. ഇന്ന് ജസ്റ്റ് ഒരു 1/2 hour ബാക്ക് നമുക്ക് ഒരു അച്ചാർ കമ്പനി കൊച്ചിയിൽ നിന്ന് വന്നായിരുന്നു. അപ്പൊ അവർക്ക് അത്രയും പണിക്കാരുടെ ബുദ്ധിമുട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ അവർ വെജിറ്റബിൾസ് അച്ചാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇതിനായിട്ട് കോയമ്പത്തൂർ വന്നു വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ഈ എക്സ്പോ വന്നത് കൊണ്ട് അവർക്ക് നമ്മളെ ഡെമോ എല്ലാം കണ്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അമൗണ്ടിൽ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ വരേണ്ട, ഇപ്പൊ തന്നെ ഫുൾ പേയ്മെന്റ് അവർ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞിട്ട് പോയി. അപ്പൊ നാളെ അവിടുന്ന് നമുക്ക് കോയമ്പത്തൂരിൽ അവർക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇവിടെ സാധനം കണ്ടതുകൊണ്ട് അപ്പൊ അവർക്ക് എന്താ എല്ലാ മിഷനറീസ് അവൈലബിൾ ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടിയത്. ഇപ്പൊ അവരുടെ ആവശ്യമുള്ളത് ഒരു അച്ചാർ കമ്പനിക്കുള്ള മെഷീനും നമ്മുടെ അടുത്തുണ്ട്. അങ്ങനെ ഇപ്പൊ അവർ ഇഷ്ടപ്പെട്ടു, നമ്മൾ വീഡിയോസ് കാണിച്ചു, ഡെമോ കാണിച്ചു, ഇഷ്ടപ്പെട്ടു, ബുക്ക് ചെയ്തു. അങ്ങനെ എല്ലാ ചെറുകിടക്കാർക്കുള്ള മെഷീനറീസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും. ഇതിനെ കുറിച്ച് വേണമെങ്കിൽ നമ്മൾ ഓരോരോ കോയമ്പത്തൂർ വേണമെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ കോൺടാക്ട് നമ്പർ തരാം, തിരൂർ വേണമെങ്കിൽ തിരൂർ, കണ്ണൂർ വേണമെങ്കിൽ കണ്ണൂർ,
ഇപ്പോൾ നമ്മൾ ചെന്നൈയിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് റീസെന്റ് 4 months ബാക്ക്. അങ്ങനെ എല്ലാ നമ്മൾ ചെന്നൈ, കോയമ്പത്തൂർ എല്ലാം നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. തിരൂർ, കണ്ണൂർ എല്ലാം ഏകദേശം. എൻ്റെ നമ്പർ തരാന്ന് 9894218517 9894218517. ഒരു നമ്പറും കൂടി പറയാം, 9597872888 9597872888. Okay? Thank you. Thank you so much, sir.